പ്രാഥമിക വിവരം. രമ്യ ദാസ് ചേരുന്നു. രമ്യ, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഫാക്ടറിയിലെ തീ മുഴുവൻ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? രോഹിണി, ഈ കാസർഗോഡ് അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലാണ് വൈകിട്ട് 7:30 കൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടാകുന്നത്. ഈ ഫാക്ടറിയിലെ ബോയിലർ ആണ് പൊട്ടിത്തെറിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 7:30 കൂടിയായിരുന്നു ഈ അപകടം. ഈ അപകടത്തിൽ ഒരു മരണമാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മംഗലാപുരത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു 10ഓളം പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഈ പൊട്ടിത്തെറി നടക്കുമ്പോൾ ഈ ഫാക്ടറിക്കുള്ളിൽ ഈ ജീവനക്കാരുണ്ടായിരുന്നു. ഈ പൊട്ടിത്തെറിയിലാണ് ഇത്തരത്തിൽ ഈ 10ഓളം ജീവനക്കാർക്ക് പരിക്കേറ്റുള്ളത്. ഇവർ ഈ പൊട്ടിത്തെറിയെ തുടർന്ന് ഈ ഫാക്ടറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ രക്ഷാപ്രവർത്തകർ എത്തിയാണ് ഇവരെ പുറത്തെത്തിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക തന്നെയാണ്. ഇതിൽ ഈ ഫാക്ടറിക്കകത്ത് കൂടുതൽ തൊഴിലാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ വലിയ തോതിലുള്ള പുകയും അതുപോലെ തന്നെ ഗ്യാസും ഈ ഫാക്ടറിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആർക്കും രക്ഷാപ്രവർത്തനം എത്തിയവർക്ക് ആർക്കും ഈ ഫാക്ടറിക്ക് അകത്തേക്ക് കടക്കാൻ സാധ്യമായിരുന്നില്ല. നിലവിൽ ഈ പൊട്ടിത്തെറിയുടെ അവശിഷ്ടങ്ങൾ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഒരു 7:30 കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൊട്ടിത്തെറിയുടെ അവശിഷ്ടങ്ങൾ കിലോമീറ്ററോളം തന്നെ ഇതിന്റെ ആഘാതം അനുഭവപ്പെട്ടിരുന്നു. സമീപത്തെ വീടുകൾക്കുൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കാസർഗോഡ്, ഉപ്പള, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലെ ഫയർ യൂണിറ്റുകൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീ ഏകദേശം തന്നെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. കൂടുതൽ ആളുകൾ ഈ ഫാക്ടറിക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി, രമ്യാദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. പൊട്ടിത്തെറിയിൽ ഒരു മരണമാണ്, 2 പേർക്ക് ഗുരുതര പരിക്കുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടം എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം.